നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും തിരുനാൾ ഡിസംബർ 27, 28, 29, 30 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ പെട്രോൾ പമ്പിൽ നിന്ന് കാറിൽ ഗ്യാസ് നിറയ്ക്കാൻ എത്തിയയാളെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മാനവ സംസ്കൃതി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K. കരുണാകരൻ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലെ മണ്ണിൽ കബീറിന്റെ പാടിക്ക് പുറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. വീട്ടുകാർ ഒച്ച വെച്ചപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ പുലിയെ ഓടിച്ചത്. പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച പുലർച്ചെയും ഇവിടെ പുലിയെത്തി പശുക്കുട്ടിയെ കൊന്നിരുന്നു. മുണ്ടക്കാട്ടിൽ സുലൈഖയുടെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ്. 2 ദിവസം മുൻപ് പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പാലപ്പിള്ളി മേഖലയിൽ പലയിടത്തായി പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ചേട്ടാ വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് വന്നതിൻ്റെ ശേഷം പുറത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഒരു കൂട് സ്ഥാപിക്കാൻ. അപ്പോൾ അവരൊന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട മെമ്പറെ കണ്ടിട്ട് മെമ്പറെ അടുത്ത് സംസാരിച്ച് അവരെ കഴിഞ്ഞ ഒരു അപേക്ഷ മേടിച്ചിട്ട്. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും തിരുനാൾ ഡിസംബർ 27, 28, 29, 30 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 വൈകിട്ട് 5:30 പറപ്പൂക്കര സെന്റ് ജോൺ ദ നെബുംസ്യാൻ പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ കൊടിയേറ്റം നിർവഹിക്കും. രാത്രി 7 DYSP PC ബിജുകുമാർ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്യും. 28 അമ്പു തിരുനാൾ ദിനത്തിൽ രാവിലെ 6 പ്രസിദ്ധി വാഴ്ച, പാട്ടുകുർബാന, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, 9:20 വേസ്പര എന്നിവയും 29 തിരുനാൾ ദിനത്തിൽ രാവിലെ 6 വിശുദ്ധ കുർബാന, 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, പകൽ 4:15 തിരുനാൾ പ്രദക്ഷിണം, രാത്രി 7 ആകാശവിസ്മയം എന്നിവയും ഉണ്ടാകും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് എളങ്ങുന്നപ്പുഴ, ജനറൽ കൺവീനർ ബാബു പറപ്പുള്ളി, കൈക്കാരൻ തോമസ് ചൂരയ്ക്കൽ, സപ്ലിമെന്റ് കൺവീനർ സിജോ മഞ്ഞളി, ജനറൽ ജോയിന്റ് കൺവീനർ ചാക്കുണ്ണി മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. രാവിലെ 6 മണിക്ക് പള്ളിയിൽ തിരുകർമ്മങ്ങൾ ആരംഭിക്കും. തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നു. വൈകിട്ട് 9 മണിക്ക് പള്ളിയിൽ വീടുകളിൽ നിന്നുള്ള യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അമ്പ് എത്തിച്ചേരും. 9:30 ബാൻഡ് മേളത്തോടുകൂടി അന്നത്തെ പരിപാടികൾ തീരുമ്പോൾ ആകാശത്ത് വർണ്ണവിസ്മയം. പന്തലൂർ നവരത്ന കലാസമിതിയുടെ 61ാം വാർഷികത്തോടനുബന്ധിച്ച് നാട്ടുകൂട്ടായ്മയിൽ നാടകമൊരുങ്ങുന്നു. 26 വ്യാഴാഴ്ച പന്തലൂർ നവരത്ന കലാസമിതി അങ്കണത്തിൽ രാത്രി 7:30 നാടകം അരങ്ങേറുന്നത്. പന്തലൂർ സ്വദേശികളായ KR അനീഷ് രാജ് നാടകരചനയും RLV സുഭാഷ് പന്തലൂർ നാടക സംവിധാനവും നിർവഹിച്ച വിളക്കുമരം എന്ന നാടകമാണ് ക്രിസ്മസ് പിറ്റേന്ന് നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ KP രഘുനാഥൻ, സജേഷ് കുമാർ പന്തലൂർ,
ഉണ്ണികൃഷ്ണൻ പെരുമറത്ത്, KT രേഖ, KR രമ്യ, ദീപക് നാരായണൻ, KS ബൈജു, നക്ഷത്ര ബൈജു എന്നിവരാണ് അഭിനേതാക്കൾ. കൂടാതെ നാടകരചന നടത്തിയ KR അനീഷ് രാജ്, സംവിധാനം നടത്തിയ RLV സുഭാഷ് പന്തലൂർ എന്നിവരും നാടകത്തിൽ ശ്രദ്ധേയമായ വേഷത്തിൽ അരങ്ങിൽ എത്തുന്നുണ്ട്. അരുൺ KR, സഞ്ജയ് നാരായണൻ എന്നിവർ ശബ്ദ നിയന്ത്രണവും തിലകൻ പുലക്കാട്ടുകര പ്രകാശ നിയന്ത്രണവും നടത്തും. ഉണ്ണികൃഷ്ണൻ പെരുമറത്താണ് രംഗപടം. നാടകത്തിന്റെ അണിയറ ഒരുക്കങ്ങൾ പന്തലൂർ SNDP ഹാളിലും മുല്ലൂർലി ക്ഷേത്ര ഊട്ടുപുരയിലും പുരോഗമിക്കുകയാണ്. സജേഷ് കുമാർ കൺവീനറും ഉണ്ണികൃഷ്ണൻ പെരുമറത്ത് പ്രസിഡന്റും KR അനീഷ് രാജ് സെക്രട്ടറിയുമായ നവരത്ന കലാസമിതിയാണ് വാർഷികാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ വർഷം പുതിയ ഒരു നാടകവുമായി നവരത്ന അതിൻ്റെ 61ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. 2 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന ഈ നവരത്നയുടെ കലാപരിപാടികൾ കാണുന്നതിനായി 25ഉം 26ഉമാണ് ഈ കലാപരിപാടികളിലൂടെ അരങ്ങേറുന്നത്. ആ കലാപരിപാടികൾ കാണുന്നതിനായി മാന്യപ്രേക്ഷകരായി ഞങ്ങളുടെ നവരത്നയുടെ അങ്കണത്തിലേക്ക് ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇരിഞ്ഞാലക്കുടയിൽ പെട്രോൾ പമ്പിൽ നിന്ന് കാറിൽ ഗ്യാസ് നിറയ്ക്കാൻ എത്തിയയാളെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ആക്രമണത്തിൽ മധ്യവയസ്കന് തലയ്ക്ക് പരിക്കേറ്റു. ഇരിഞ്ഞാലക്കുട കാട്ടൂർ റോഡിൽ അവറാൻ പെട്രോൾ പമ്പിൽ ഗ്യാസ് നിറയ്ക്കാൻ വാഹനവുമായി എത്തിയ തൊമ്മാന വീട്ടിൽ 52 വയസ്സുള്ള ഷാൻഡോയ്ക്കാണ് അലുമിനിയം പൈപ്പ് കൊണ്ട് തലയ്ക്ക് അടിയേറ്റത്. ഏറെ നേരം കാത്തുനിന്നിട്ടും വാഹനത്തിൽ ഗ്യാസ് നിറയ്ക്കാത്തതിനെ തുടർന്ന് ഷാൻഡോ മറ്റു വാഹനങ്ങളുടെ മുൻപിലേക്ക് വണ്ടി കയറ്റിയിട്ടതിൽ പ്രകോപിതനായ പമ്പ് ജീവനക്കാരൻ മതിലകം കൂളിമുട്ടം സ്വദേശി കിള്ളിക്കുളങ്ങര 57 വയസ്സുള്ള സജീവൻ ഷാൻഡോയുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് ഷാൻഡോയ്ക്ക് ഗ്യാസ് അടിച്ചു തരാൻ മാനേജ്മെന്റ് തീരുമാനപ്രകാരം സാധിക്കില്ല എന്ന് പറയുകയും മറ്റ് ജീവനക്കാരോട് ഗ്യാസ് നിറച്ച് കൊടുക്കരുതെന്നും ഈ ജീവനക്കാരൻ പറഞ്ഞതായി ഷാൻഡോ പറഞ്ഞു. തുടർന്ന് 2 പേരും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ അലുമിനിയം കമ്പി കൊണ്ട് ജീവനക്കാരനായ സജീവൻ ഷാൻഡോയുടെ തലയിൽ അടിക്കുകയുമായിരുന്നു. ഏറെ നേരം രക്തം വാർന്നിരുന്നെങ്കിലും ഷാൻഡോയെ ആശുപത്രിയിൽ എത്തിക്കാനോ ജീവനക്കാരനെ തടയാനോ ആരും ശ്രമിച്ചില്ല. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജയച്ചിറ്റിലപ്പിള്ളിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം എത്തി പോലീസിൽ വിവരം അറിയിച്ചു. ഷാൻഡോയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം മറ്റ് ജീവനക്കാർ ഒളിപ്പിച്ചു നിർത്തിയിടത്തു നിന്നും പമ്പ് ജീവനക്കാരനെ പോലീസ് പിടികൂടി കസ്റ്റഡിയിൽ എടുത്തു. വാക്ക് തർക്കത്തിൽ ഇയാൾക്കും ചെറിയ പരിക്കുള്ളതായി പറയുന്നു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, ട്രഷറർ TG അജോ, വൈസ് പ്രസിഡന്റ് ഡിനോ കൈനാടത്ത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ലോനപ്പൻ കടമ്പോട്, പ്രസ് ക്ലബ് അംഗങ്ങളായ K പ്രസാദ്, KV ഹരീന്ദ്രൻ, സോജൻ D വിധേയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. യേശു പിറന്നതിൻ്റെ ആ സ്മരണയിൽ ആണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ലോകമെങ്ങും ഈ ക്രിസ്മസ് ആഘോഷം ഏറെ സന്തോഷത്തോടെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഈ അവസരത്തിൽ ഏറ്റവും നല്ല മഞ്ഞുള്ള രാത്രിയാണ് ക്രിസ്മസിനെല്ലാം നല്ല ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് മാനവ സംസ്കൃതി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരന്റെയും PT തോമസിന്റെയും സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. താലൂക്ക് ചെയർമാൻ ഷോൺ പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA-യായ KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. യുവ എഴുത്തുകാരിയും അമേരിക്കൻ ഗവൺമെന്റിന്റെ ഗാന്ധി കിങ് സ്കോളർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത അഡ്വക്കേറ്റ് അലീന അനബില്ലിക്ക് സ്നേഹാദരം നൽകി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ, ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, ജെയിംസ് പോൾ, OS ചന്ദ്രൻ, MT ഡേവിസ്, ആൻ സെബാസ്റ്റ്യൻ, തോമസ് ഐ കണ്ണത്ത്, SK ഹരിദാസ്, SK ഹാരിസ് എന്നിവർ സംസാരിച്ചു. 9 സീറ്റായ കേരളത്തിലെ നിയമസഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നു പോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് UDF രൂപീകരിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത പങ്കുവഹിച്ച
ഒരു സ്കൂളിലെ കുട്ടികൾ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, ബാപ്പുജി എന്താണ് വാട്ട് യു മീൻ ബൈ ഡെമോക്രസി? ഗാന്ധിജി പറഞ്ഞെന്താ, കുട്ടികളെ, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനായത് വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന അറിയലാണ് ജനാധിപത്യം. ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവുകയില്ല. അതിനേക്കാൾ നല്ലൊരു ഡെഫിനിഷൻ, നിർവചനം. ചാലക്കുടി നഗരസഭയും ടൗൺ NSS കരയോഗവും സംയുക്തമായി നടത്തുന്ന കെ മാധവൻ നായർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ കെ മാധവൻ നായർ പുരസ്കാരം പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റും സജീവ സാമൂഹ്യ പ്രവർത്തകനുമായ SP രവിക്ക് MLA സനീഷ് കുമാർ ജോസഫ് സമർപ്പിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ എബി ജോർജ് മാധവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, കരയോഗം പ്രസിഡന്റ് I സദാനന്ദൻ, വാർഡ് കൗൺസിലർമാരായ ബിന്ദു ശശികുമാർ, സുധ ഭാസ്കരൻ, NSS വനിതാ സംഘം സെക്രട്ടറി ഗീതാ ബാഹുലയൻ, മാധവൻ നായർ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് KM ഹരിനാരായണൻ, കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി MG സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് ജേതാവ് SP രവി മറുപടി പറഞ്ഞു. ഈ നഗരസഭ രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ, പഞ്ചായത്തായിരിക്കുന്ന കാലഘട്ടം മുതൽ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കരയോഗത്തിൻ്റെ നേതൃത്വത്തിലൂടെ സ്കൂൾ ആരംഭിക്കുമ്പോൾ ആ സ്കൂളിൻ്റെ പ്രവർത്തകരായി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടും ചാലക്കുടിയുടെ ഏതൊക്കെ എല്ലാ മേഖലകളിലും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു നല്ല പൊതുപ്രവർത്തകൻ എന്തായിരിക്കണം എന്നുള്ള രീതിയിൽ പഠിക്കാവുന്ന തരത്തിൽ ജീവിതത്തിൽ കറവുകളില്ലാതെ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും തിരുനാൾ ഡിസംബർ 27, 28, 29, 30 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ പെട്രോൾ പമ്പിൽ നിന്ന് കാറിൽ ഗ്യാസ് നിറയ്ക്കാൻ എത്തിയയാളെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മാനവ സംസ്കൃതി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.